വേരിയബിളിനെ പറ്റിയാണ് ഈ ഒരു സെക്ഷനകത്ത് വരുന്നത്. സോ എന്താണ് വേരിയബിൾ, എങ്ങനെയാണ് വേരിയബിൾസിൻ്റെ ഒരു യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പൈത്തണിൽ വ്യത്യാസം വരുന്നത് മറ്റു കോഡിംഗ് ലാംഗ്വേജിനനുസരിച്ച്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനകത്ത് വരുന്നത്. സോ നമുക്ക് ആ ഒരു ട്യൂട്ടോറിയൽ സെക്ഷനിലേക്ക് പോകാം. വേരിയബിൾ ആ ഒരു നെയിം പോലെ തന്നെ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി, അതായത് ഇപ്പോൾ നമ്മളൊരു കോഫി കപ്പ് എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കപ്പ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിലേക്ക് നമുക്ക് വാട്ടറോ ചായയോ കോഫിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ദെൻ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം. ഇപ്പോൾ നിങ്ങളൊരു ഒരു കോളേജിലാണെങ്കിൽ അവിടെ പല ക്ലാസ് മുറികളുണ്ടാവും. ഓരോ ക്ലാസ്സിലും ഓരോ ബ്രാഞ്ചിൽ അല്ലെങ്കിൽ ഓരോന്ന് പഠിക്കുന്നത് വ്യത്യാസമുള്ള സ്റ്റുഡൻസ് ആയിരിക്കും അതിനകത്തിരിക്കുന്നത്. സോ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ക്ലാസ്സിൽ നിന്ന്, അതായത് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ CS ബ്രാഞ്ചിൽ നിന്ന് ഒരു സ്റ്റുഡൻസിനെ ആയിരിക്കും എടുത്തുകൊണ്ട് വരുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ കോൾ ചെയ്യാൻ പോകുന്ന ഒരാൾ CS ബ്രാഞ്ച് എവിടെയാണ് ഇരിക്കുന്നത് ആ ഒരു സ്പേസിൽ പോയിട്ടായിരിക്കും വിളിച്ചുകൊണ്ട് വരുന്നത്. സോ ആ ഒരു രീതി തന്നെയാണ് വേരിയബിൾസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് എന്താണോ ആ ഒരു വാല്യൂസിനെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നു. ദെൻ നമുക്കത് ആവശ്യമുള്ള സമയത്ത് ആ ഒരു വാല്യൂവിനെ അല്ലെങ്കിൽ ആ ഒരു വേരിയബിൾ നെയിമിനെ കോൾ ചെയ്തിട്ട് അതിനകത്തുള്ള വാല്യൂസിനെ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു വാട്ടർ ബോട്ടിലുണ്ട്, ഒരു കോഫി കപ്പും ഉണ്ട്. സോ അതിൻ്റെ ഉള്ളിൽ കോഫീസ് ഇരിക്കുന്നുണ്ട്. സോ നമുക്കൊരു കുറച്ച് കോഫി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു കോഫി കപ്പിനെ കോൾ ചെയ്യും. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കോഫീനെ എടുക്കും. ദെൻ നമുക്ക് അതിനകത്തുനിന്ന് അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ആ ഒരു കോഫിനെ കോൾ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വാട്ടർ ബോട്ടിലാണ് വേണ്ടെങ്കിൽ ആ വാട്ടർ ബോട്ടിനെ കോൾ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന എലമെൻറ്റ് വെള്ളമാണെങ്കിൽ വെള്ളത്തിന് എടുക്കുക, അല്ലെങ്കിൽ മണലെന്തെങ്കിലും നിറച്ച് വെച്ചേക്കുവാണെങ്കിൽ അതിനെ കോൾ ചെയ്യാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതിനെ കോൾ ചെയ്യാം. സോ അതേ ഒരു മെത്തേഡ് തന്നെയാണ് വേരിയബിൾസിൽ, അല്ലെങ്കിൽ അതേ ഒരു സ്റ്റാൻഡേർഡാണ് വേരിയബിൾസ് മീൻസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ മറ്റ് ലാംഗ്വേജിനെ അപേക്ഷിച്ച് നമ്മൾ വേരിയബിൾസ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ സിയും അല്ലെങ്കിൽ C++ ഒക്കെ ആണെങ്കിൽ നമ്മൾ വേരിയബിളിന് ഏത് ടൈപ്പ് വേരിയബിൾ ആണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അതായത് ഇൻറ്റീജർ ആണോ, ഇൻറ്റീജർ മീൻസ് 1, 2 അങ്ങനെയുള്ള നമ്പർ വാല്യൂസിനാണ് ഇൻറ്റീജർ എന്ന് പറയുന്നത്. സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റുകളെയാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. ബൂളിയൻ ഉണ്ട്, ബൂളിയൻ മീൻസ് ട്രൂ ഓർ ഫോൾസ്, അല്ലെങ്കിൽ 1 or 0 എന്ന് പറയുന്ന അതിനാണ് ബൂളിയൻ എന്ന് പറയുന്നത്. ബൂളിയൻ എന്ന് പറയുന്നത്. പിന്നെ ഫ്ലോട്ട് വാല്യൂസ് ഉണ്ട്, അതായത് പോയിന്റ് ഇട്ടിട്ടുള്ള വാല്യൂ 1.22 അല്ലെങ്കിൽ 32.33 അങ്ങനെയുള്ള പോയിന്റ് ഇട്ടിട്ടുള്ള വാല്യൂകളെയാണ് ഫ്ലോട്ട് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൈത്തൻ്റെ കേസിനകത്ത് നമുക്ക് ഇതുപോലെയുള്ള വാല്യൂസ് ഏത് ടൈപ്പ് ഡേറ്റ ടൈപ്പാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതായത് ഇൻറ്റീജർ ആണോ ഫ്ലോട്ട് ആണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ A=1 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പൈത്തൻ്റെ കേസിനകത്ത് പൈത്തൺ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കും A=1, അതായത് 1 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. സോ ഒരു എയുടെ വേരിയബിൾ നെയിമിലേക്ക്, അപ്പോൾ A എന്ന് പറയുന്നതാണ് ഒരു വേരിയബിൾ എന്ന് പറയുന്നത്. A എന്ന് പറയുന്നതാണ് വേരിയബിൾ, ഈ 1 എന്ന് പറയുന്നതാണ് ഡേറ്റ ടൈപ്പ്. എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ടൈപ്പ് വാല്യൂ എന്നുള്ളത് മനസ്സിലായി. സോ ഈ വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് ഡേറ്റ ടൈപ്പ് ആയിട്ടുള്ളൊരു ഇൻറ്റീജർ ആയിട്ടുള്ളൊരു വാല്യൂസ് ആയിരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റോർ ആവണേ. അപ്പോൾ നമുക്ക് കോഡിനകത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഒരു എയുടെ വാല്യൂ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ആ കോഡിനകത്ത് എനെ മാത്രം ആ ഒരു വേരിയബിൾ നെയിമിനെ കോൾ ചെയ്താൽ മതി. അന്നേരം അതിൻ്റെ ഉള്ളിലെ വാല്യൂ എന്താണോ ആ വാല്യൂ ആയിരിക്കും അതിനകത്ത് റീഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ബിനു എന്നുള്ള ഒരു നെയിം ആണെങ്കിൽ ആ ഒരു നെയിം നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു നെയിം കൊടുത്താൽ മതി. ഇപ്പം നെയിം എന്നൊരു ഡേറ്റ ടൈപ്പ് ഒരു വേരിയബിൾ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വേരിയബിൾ നെയിമിനകത്ത് ആ ഒരു സ്ട്രിംഗ് വാല്യൂസ് ആയിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷനിൽ നമുക്ക് നെയിം എൻ്റർ യുവർ നെയിം കൊടുത്തിട്ടുണ്ട്. ആ നെയിമിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ ഇതുപോലൊരു വേരിയബിളിലേക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വേരിയബിൾ ഇവിടെ കോൾ ചെയ്താൽ മതി. അതായത് നമ്മളിവിടെ എൻ്റർ യുവർ നെയിം എന്ന് പറയുന്ന ഒരു ലൈനായിട്ട് എഴുതും. ദെൻ നമുക്ക് ഇവിടെ പ്ലസ് ഇട്ടിട്ട് ആ ഒരു വേരിയബിൾ നെയിം എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനെ നമുക്ക് കോൾ ചെയ്തെടുക്കാം. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ പുതിയൊരു പ്രൊജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. വേരിയബിൾ എന്ന നെയിം കൊടുത്തിട്ട് സോ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വേരിയബിൾ നെയിം കൊടുക്കുക. ഇപ്പോൾ ഞാൻ A=1 എന്ന് കൊടുത്തു. ദെൻ പ്രിൻറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ ഔട്ട്പുട്ടിലേക്ക് പ്രിൻറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ പ്രിൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ദെൻ ആ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു വാല്യൂവിൻ്റെ നെയിം A എന്ന് പറയുന്ന വാല്യൂ ആണ്. ദെൻ ഇത് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം 1 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 1 മാറ്റിയിട്ട് ഇപ്പോൾ 100 കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വാല്യൂ 100 ആയി. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ വേരിയബിൾസിനെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എൻ്റർ യുവർ നെയിം അടിച്ചു കൊടുത്ത് അതിനൊരു വേരിയബിൾ നെയിം കൊടുക്കുകയാണ്. അപ്പോൾ ഈ സീക്വൽ ഇട്ടിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്.
സോ ഞാനിവിടെ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം കൊടുത്തു, ദെൻ സീക്വൽ ടു ഇട്ടിട്ട് ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു. അപ്പോൾ ആ നെയിമിൻ്റെ ഉള്ളിൽ വരുന്ന വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രിൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ആ ഒരു വാല്യൂവിനെ പ്രിൻറ്റ് ചെയ്യാം. ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമേ എൻ്റെ ഒരു നെയിം ചോദിക്കും, ഞാനിവിടെ ബിനു എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ദെൻ ആ ഒരു നെയിം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ യുവർ നെയിം ഇങ്ങനെ പ്ലസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ യുവർ നെയിം ഈസ്, ആ നെയിം അവിടെ പ്രിൻ്റ് ആയിട്ട് വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നെയിം ചോദിച്ചു, ബിനു എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ യുവർ നെയിം ഈസ് ബിനു. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് കൂടി അവിടെ പ്രിൻ്റ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ വേരിയബിൾ പ്രിൻറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുമ്പോൾ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ട, ജസ്റ്റ് അവിടെ ആ ഒരു വേരിയബിളിൻ്റെ ഇതെന്താണോ കൊടുത്താലും മതി. വേരിയബിളിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്ട്രിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നെയിം എന്നുള്ളത് ആ സ്ട്രിംഗ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, അത് ആ വേരിയബിളായിട്ട് റീഡ് ചെയ്യത്തില്ല. അപ്പോൾ അത് ആ നെയിം എന്ന് പറയുന്ന ആ നെയിമാണ് ഇവിടെ പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വാല്യൂസിന് ലോഡ് ചെയ്യണമെങ്കിൽ നമ്മളവിടെ ഡബിൾ കോട്ടോ സിംഗിൾ കോട്ടോ ഇട്ട് കൊടുക്കാതെ ഡയറക്റ്റ്ലി ആ ഒരു വേരിയബിൾ നെയിമിനെ കോൾ ചെയ്തെടുത്താൽ മതി. അന്നേരം അതായിരിക്കും ആ ഒരു പ്രിൻറ്റ് ഫംഗ്ഷനിൽ വർക്ക് ചെയ്യുന്നത്. സോ ഇതാണ് വേരിയബിളിനെ പറ്റി പറയാനുള്ളത്. നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക്കിനെ പറ്റി നോക്കാം. സോ അടുത്ത സെക്ഷൻ കാണാം. ബൈ ബൈ.